ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നീതൂസ് ഇൻസൈറ്റ്സ്. നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ്. നമ്മളിന്നൊരു ഈവനിങ് വാക്കിന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞായിരുന്നു. കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ അവിടെ ഇരുത്തിയേക്കാണ്. ഇപ്പോൾ വൈകിട്ട് ഒരു 8:30 കേട്ടോ. പക്ഷെ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോഴും പകൽ വെളിച്ചമാണ്. ഇപ്പം സമ്മർ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം 10 മണിയായാലും ഈ ഒരു വെളിച്ചം ഇവിടെ തന്നെ ഉണ്ടാവും. കാനഡയിലേക്ക് ഞങ്ങൾ വന്ന ആദ്യ സമയത്തൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് വൈകുന്നേരം 8 മണി ഓക്കെ, 9 മണി കഴിഞ്ഞു 10 മണിയായാലും ഈ ഒരു വെളിച്ചം ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നടക്കാൻ നല്ല രസമാണ്. കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടിങ്ങനെ നടത്താൻ പോകാനും അതുപോലെ ഇതിങ്ങനെ പെറ്റ്സിനെയൊക്കെ കൊണ്ടുവരുന്നവരെ നമുക്ക് കാണാം കേട്ടോ. ഈ ഒരു പാർക്കിലോട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് മിക്ക ടൈമിലും റിക്കുവിനെ ഇങ്ങോട്ടാണ് കൊണ്ടുവരാറുള്ളത്. നല്ല രസമാണ് കേട്ടോ. അവിടെ വൈകുന്നേരം വന്നിരിക്കാനാണെങ്കിലും നല്ല വൈബുള്ള സ്ഥലമാണ്. ഈ കാണുന്നതാണ് ആപ്പിൾ മരങ്ങൾ കേട്ടോ. ഇവിടെ ഇപ്പോൾ ജൂലൈ ആയതുകൊണ്ട് തന്നെ ഒന്ന് കിളുത്ത് വരികയാണ്. കുറച്ചും കൂടി നാൾ കഴിഞ്ഞാൽ അന്നേരം മുഴുവൻ ആപ്പിളായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്ക്. ഇത്ര ദൂരമേ ഉള്ളൂ കേട്ടോ. ഇത് ഇങ്ങോട്ടേക്ക് ഒരു ഇറക്കാണ്. അപ്പോൾ പതുക്കെയാണ് റിക്കു കുഞ്ഞിനെ കൊണ്ട് പോകുന്നത്. ആകെ ഒരു കുഞ്ഞ് പാർക്കുണ്ട്, ഒരു ലോഡ് ആൾക്കാരും ഉണ്ട്. അവിടെ കുറേ കുട്ടികളിരുന്ന് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ വൈബൊക്കെ അടിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമായതുകൊണ്ട് തന്നെ കുറേ പേര് വന്നിരിക്കും. നിങ്ങൾ ആ ആകാശത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? എനിക്കതൊരു എന്താ പറയുക, യെല്ലോ കളർ, ഒരു ഭൂഗോളം പോലെ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ എനിക്കിവിടെ ഏറ്റവും പ്രത്യേകത തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, ഈ ആകാശം നമ്മളിൽ നിന്ന് ഭയങ്കര അടുത്തുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നെസ ബേബി ഇതൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ സംഭവം എന്നൊന്നും പിടികിട്ടിയിട്ടില്ല. കുറച്ചും കൂടി നാൾ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് പോകാനും അവൾ സമ്മതിക്കില്ല. ഇനി നിങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറയാം, എന്തുകൊണ്ടാണ് രാത്രി 10 മണിയായാലും ഇവിടെ പകൽ വെളിച്ചം എന്നുള്ള കാര്യം. അത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം, ഈ വന്ന വഴി തന്നെ തിരിച്ചു പോകാറാണ് ഞങ്ങൾ പതിവ്. പക്ഷെ ഇന്ന് കുറച്ച് ലോങ് നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് റൈറ്റിലോട്ടൊരു വഴിയുണ്ട്, ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ട്. അപ്പോൾ ലെഫ്റ്റിലോട്ടൊരു വഴി പിടിച്ച് കഴിഞ്ഞാൽ നേരെ കറങ്ങി തിരിഞ്ഞ് നമ്മളെ വീട്ടിലോട്ട് എത്തും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് രാത്രിയിലോട്ട് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഫുള്ളൊന്ന് കറങ്ങിയിട്ട് നമുക്ക് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞുതരാം. കാനഡ ശരിക്കും പ്ലേസ് ചെയ്തിട്ടുള്ളത് ഭൂമിയുടെ വടക്ക് ഭാഗത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മർ സീസൺ ആവുമ്പോൾ ഭൂമിയുടെ ആ ഒരു ചെരിവ് കാരണം കാനഡയിലോട്ട് ആ ഒരു വെളിച്ചം കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് രാത്രി 9 മണിയായാലും 10 മണിയായാലും ഇവിടെ ഇതേ വെളിച്ചം. ഇപ്പോഴത്തെ ഏകദേശം ഒരു 9 മണി ആവാറായിട്ടോ. ഇതിനെ നമ്മളിവിടെ പറയുന്നത് സമ്മർ സോളസ്റ്റിസ് എന്നാണ്. നമ്മൾ ഈ പോകുന്ന വഴിയിലുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടെയുള്ള മിക്ക ബസ് സ്റ്റോപ്പും ഈ ഒരു സ്റ്റൈലിൽ തന്നെ ആയിരിക്കും പണിതിട്ടുണ്ടാവുക. നമ്മൾ ശരിക്കും കൂടുതൽ നോർത്ത് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കാത്ത അവസ്ഥ വരെ ഉണ്ടാവും കേട്ടോ. ഇതാ കാണുന്നതാണ് RBC ബാങ്ക്. അവിടെയാണ് എൻ്റെ അക്കൗണ്ട് ഉള്ളത്. അപ്പം നമ്മൾ ഏകദേശം എത്താറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു ബസ് സ്റ്റോപ്പ്. എല്ലാം ഈ ഒരു ഗ്ലാസ് ടൈപ്പ് മോഡലാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇപ്പം നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ പണ്ട് നടക്കാനുള്ള അത്ര സുഖമൊന്നും ഇപ്പം ഇല്ല. എന്നാലും വെറുതെ ഒന്ന് നേരം പോക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നത് നല്ലതാണല്ലോ. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ റോഡ് സൈഡിലോട്ട് എത്തിയേക്കാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോയാലാണ് നമ്മളുടെ വീട്. അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മളുടെ വീടിൻ്റെ വഴിക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങൾ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതുകൂടാതെ ഓരോ വീടിൻ്റെയും ഫ്രണ്ട് സൈഡിൽ പല 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 എന്താ പറയുക, ഭംഗിയുള്ള തരത്തിലുള്ള പൂക്കളാണ്. ഇപ്പോൾ ഈ സമയം വൈകുന്നേരം 9:30 കഴിഞ്ഞ് 9:45 ആവാറായി. ഇതുവരെ ആയിട്ടും വെളിച്ചം തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഫൈനലി ഞങ്ങൾ നടന്ന് എത്തി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.